ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ യഥാർത്ഥ അഗ്നിപരീക്ഷയായ ഡേ നൈറ്റ് ടെസ്റ്റിനായി അഡ്ലെയ്ഡ് ഓവൽ സ്റ്റേഡിയത്തിൽ കഠിന പരിശീലനം തുടരുന്ന ഇന്ത്യൻ ടീം ആശയക്കുഴപ്പത്തിലാണ്. ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പരിക്ക് ഭേദമായ ശുഭ്മൻ ഗില്ലും മടങ്ങിയെത്തിയതോടെ കഴിഞ്ഞ ടെസ്റ്റിൽ വിജയത്തിന് ചുക്കാൻ പിടിച്ച ടോപ്പ് ഓർഡർ ലൈനപ്പ് അഴിച്ചുപണിയേണ്ടി വരുമോ എന്ന സങ്കടമാണത്. രോഹിത്തിന്റെ അഭാവത്തിൽ ജയ്സ്വാൾ, KL രാഹുൽ ഓപ്പണിംഗ് ജോഡിയാണ് ഇന്ത്യ പെർത്ത് ടെസ്റ്റിൽ പരീക്ഷിച്ചത്. പരീക്ഷണം നടത്തിയവരെ ഞെട്ടിച്ച് രണ്ടാം ഇന്നിംഗ്സിൽ ഇവർ കുറിച്ചത് 201 റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുവിട്ട്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11-നെതിരായ സന്നാഹ മത്സരത്തിലും ഇതേ സഖ്യത്തെ ഓപ്പണിംഗിൽ നിലനിർത്തിയ ഇന്ത്യ രോഹിത്തിന്റെ സ്ഥാനമാറ്റത്തിന്റെ സൂചനകൾ നൽകി. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി 37 ടെസ്റ്റുകളിൽ ഇന്ത്യയുടെ ഓപ്പണറായിരുന്ന രോഹിത്തിനെ മധ്യനിരയിലേക്ക് മാറ്റാൻ ടീം മാനേജ്മെന്റ് ധൈര്യപ്പെട്ടേക്കില്ല. നിലവിലെ ഓപ്പണർമാരുടെ ഫോം കൂടി കണക്കിലെടുത്ത് രോഹിത് മുൻകൈയെടുത്തുള്ള ഒരു തീരുമാനമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഡേ നൈറ്റ് ടെസ്റ്റുകളിലെ ഇന്ത്യൻ റൺവേട്ടയിൽ വിരാട് കോഹ്ലി 277 റൺസ് ഒന്നാമതുള്ളപ്പോൾ രണ്ടാം സ്ഥാനത്ത് രോഹിതാണ് 173 റൺസ്. ഓപ്പണായില്ലെങ്കിൽ ബാറ്റിംഗിൽ മിഡിൽ ഓർഡറിൽ രോഹിത് ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത. 2018 ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് രോഹിത് അവസാനമായി മധ്യനിരയിൽ ബാറ്റ് ചെയ്തത്. പെർത്ത് ടെസ്റ്റിൽ ദേവ്ദത്ത് പടിക്കൽ പരാജയപ്പെട്ട 1 ഡൗൺ പൊസിഷൻ അഡ്ലെയ്ഡിൽ ഒഴിഞ്ഞുകിടക്കുമ്പോൾ അതിലേക്ക് സാധ്യത ശുഭ്മൻ ഗില്ലിന് തന്നെയാണ്. ചേതേശ്വർ പൂജാരയ്ക്ക് ശേഷം ഈ പൊസിഷനിൽ ഇന്ത്യയുടെ വിശ്വസ്തനായി മാറിയ ഗിൽ സന്നാഹ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതും മൂന്നാമനായി ഇറങ്ങിയാണ്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11-നെതിരായ മത്സരത്തിൽ കോഹ്ലിയുടെ അഭാവത്തിൽ 4-ാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ രോഹിത്തിന് ഫോം തെളിയിക്കാനായില്ല. കോഹ്ലിയുടെ സ്ഥാനത്തിനും മാറ്റമുണ്ടാകില്ലെന്നതിനാൽ ഋഷഭ് പന്തിന് മുൻപ് 5-ാം നമ്പർ എന്നൊരു ബാറ്റിംഗ് ഓപ്ഷനാണ് രോഹിത്തിന് മധ്യനിരയിലുള്ളത്. മധ്യനിരയിലെ ഏക ഇടംകൈ ബാറ്ററായ പന്തിനെ 5-ാമനായി നിലനിർത്താൻ തീരുമാനിച്ചാൽ 6-ാം നമ്പറിലേക്ക് വരെ രോഹിത്തിന് താഴേണ്ടി വരും.